ഹലോ, എൻ്റെ പേര് ശ്രീഹരി. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ രണ്ടാമത്തെ സിനിമ ഗഗനചാരി, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഗഗനചാരി ഒരു സിനിമയല്ല, അതൊരു മോക്യുമെൻ്ററിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അതെന്താകാം എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്ന ടൈപ്പ് ഒരു മൂവി ആയിട്ടാണ്. സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോക്യുമെൻ്ററി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ഇന്നത്തെ കാലവുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് ഭാവിയിൽ അതെന്തൊക്കെ ആവാം അല്ലെങ്കിൽ എങ്ങനെ മാറിത്തിരിയാം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് ഗംഭീരമായിരുന്നു കേട്ടോ. നമ്മൾ ചില മൈന്യൂട്ട് സാധനങ്ങളായിട്ട് വിട്ടുപോകുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യും. അത്തരം കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, ചുമ്മാ സിമ്പിളായിട്ട് അവർ പറഞ്ഞു പോകുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പം മേ ബി അങ്ങനെ ആയിരിക്കാം, അങ്ങനെ ഭാവിയിൽ വരാമെന്നുള്ള തോട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ വരും. ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്ന തരത്തിലുള്ള ഒരു വിഷ്വൽ കണ്ടന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ VFX ആൻഡ് ഗ്രാഫിക്സ് വർക്കാണ്. അത് ഗംഭീരമാണ് കേട്ടോ. അതൊരു സംഭവമാണ്. ഒരു ഏലിയൻ ഇൻവേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സാങ്കല്പിക ലോകം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് വിഷ്വലി കാണിച്ചു തന്നു. എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ട് തണ്ണീർമുക്കം. പണ്ട് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ആ സ്ഥലങ്ങളൊക്കെ ഭാവിയിൽ എങ്ങനെയായി തീരാമെന്നൊക്കെ ജസ്റ്റ് ഒരു സെക്കൻഡിലെ വിഷ്വലായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്തരം ഒരു ചേഞ്ച് ഭാവിയിൽ ഇനി ഉണ്ടാക്കാം എന്നവർ പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്ന ഒരു ടൈപ്പ് ഒരു കണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. VFX അത് ഗംഭീരമാണ് കേട്ടോ. ആ VFXൻ്റെ ടീം ഫുൾ എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. അതുപോലെ തന്നെ പെർഫോമൻസ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കംപ്ലീറ്റ്ലി ആ ഒരു മൂവി സ്കോർ ചെയ്തത് അത് ഗണേഷ് കുമാറിയനാണ്. ഗണേഷ് കുമാർ സാറാണ്. സൂപ്പർ പെർഫോമൻസ്. അത് പുള്ളിക്കാരനാണ് സിനിമയിൽ ഉടനീളം കുറേ സിനിമയുടെ ഒരു ഹ്യൂമർ ഡെലിവറി ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ ഭാഗത്തു നിന്നാണ്. അതിപ്പോഴും സ്റ്റിൽ നടക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളെ ഭാവിയിൽ എങ്ങനെയാവാം അതിലേക്ക് കുറേ ഹ്യൂമറുകൾ വലിയ പൊട്ടിച്ചിരിക്കുന്നതല്ല, പക്ഷെ നമ്മളെ ചിന്തിപ്പിച്ച് ചിരിപ്പിക്കുന്ന കുറച്ച് ഹ്യൂമറുകൾ അതൊക്കെ പുള്ളിക്കാരൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കണ്ടിരിക്കാനും. പിന്നെ പെർഫോമൻസ് ആണെങ്കിൽ അജു വർഗീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഗോകുൽ സുരേഷ് ഗോപിയ, ഇവർ രണ്ടുപേരുമാണ് പിന്നീട് വരുന്ന മെയിൻ 2 ക്യാരക്ടേഴ്സ്. നിസാരത്തിലും അപ്പൂപ്പനന്ദ ബോയ്സിലേക്കുള്ള അനന്തരാമൻ അജയ് പുള്ളിക്കാരനും ഒരു റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ജോൺ കൈപ്പള്ളിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന വേറൊരു പോലീസുകാരനുണ്ട്. ഇങ്ങനെ 5 പേരേ ഉള്ളൂ സിനിമയിൽ. ബാക്കിയെല്ലാം VFX വർക്കാണ്. അത് കൊള്ളാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ കണ്ടന്റ്. പിന്നെ നിങ്ങൾക്കറിയാം ആസ്പെക്ട് റേഷ്യോ വളരെ കുറവാണ്. ഒരു സ്ക്വയർ ബോക്സിൻ്റെ അകത്ത് നടക്കുന്ന പോലെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്, ഒരു മോക്യുമെൻ്ററി ആയതുകൊണ്ട് തന്നെയാണ്. വേറെ കുറേ ഭാഗങ്ങളും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ അവർ വിവരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സിനിമയിലെ ഏക സ്ത്രീ കഥാപാത്രം അനാർക്കലി മരക്കാർ. പുള്ളിക്കാരിക്ക് ഒരു ഏലിയൻ്റെ ഒക്കെ ഒരു ലുക്കുണ്ട് കേട്ടോ. മോക്യുമെൻ്ററിയിൽ ഒരു ഏലിയനായിട്ടാണ് അനാർക്കലീനെ അവതരിപ്പിക്കുന്നത്. അതൊരു പ്രത്യേക കൈൻഡ് ഓഫ് സംഭവമാണ്. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു ഏലിയൻ ഇൻവേഷൻ എങ്ങനെയായിരിക്കും അതിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ടൊരു സിനിമ എടുത്തു, അല്ലെങ്കിൽ ഒരു മോക്യുമെൻ്ററി ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു സിനിമേനെ അല്ലെങ്കിൽ ഈ ഒരു മോക്യുമെൻ്ററിയെ നമുക്ക് ഡിസൈൻ ചെയ്ത് പറയാൻ പറ്റുന്നത്. കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് അത് സ്ക്രീനിൽ കൊണ്ടെത്തിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിൻ്റെ മ്യൂസിക് വർക്കും ഒരു ഗംഭീര കയ്യടി അർഹിക്കുന്നുണ്ട് മ്യൂസിക് വർക്കിന്. കാരണം ആ സിനിമ ആവശ്യപ്പെടുന്ന ടൈപ്പ് ഒരു അപ്പോക്കാലിപ്റ്റിക് ഒരു മ്യൂസിക് ടൈപ്പൊക്കെ ഇല്ലേ, അത് അടിപൊളിയാണ്. അതൊരു പ്രത്യേക രസമുണ്ട്. കാരണം ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ഏലിയൻ ഇൻവേഷൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള മ്യൂസിക് അത് പല ഭാഗങ്ങളിലായിട്ട്, ഇപ്പോൾ പാട്ടിന് വേണ്ട പാട്ടും അതുപോലെ തന്നെ ഏലിയൻ മ്യൂസിക്കിന് വേണ്ട ടൈപ്പ് വേറൊരു ടൈപ്പ് ഏലിയൻ മ്യൂസിക്കും, അങ്ങനെ പല രീതിയിൽ ആ ഒരു മ്യൂസിക്കിനെ ത്രൂ ഔട്ട് ആ ഒരു മോക്യുമെൻ്ററിയിലെ മ്യൂസിക്കിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. പണ്ടത്തെ ടൈപ്പ് TV കാണുമ്പോൾ കുറച്ച് ഗ്രെയിൻസ് ഒക്കെയുള്ള ടൈപ്പ് വിഷ്വൽസ് ഒക്കെയാണ്, പക്ഷെ അതിൻ്റേതായ രസമുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട, മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യുക. നല്ല തിയേറ്ററിൽ നല്ല സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളൊരു ആ തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യുക. ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ കയ്യടി അർഹിക്കുന്നൊരു ഭാഗം തന്നെയാണ്. ഒന്നുകൂടെ എടുത്ത് പറയണം തോന്നി VFX വർക്ക്. നമ്മൾ ഹോളിവുഡ് മൂവീസായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യല്ലേ. ഞാൻ അങ്ങനെ കണ്ടു പല ഹോളിവുഡ് മൂവീസായിട്ടൊന്നും ഈ ഒരു സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു VFX വർക്കുണ്ട്. നമ്മളെയൊക്കെ ഒരു മായിക ലോകത്തേക്ക് എത്തിക്കണം, ഒരു സീക്രട്ട് ലോകത്തേക്ക് എത്തിക്കണം. ആ വേണ്ട വിഷ്വൽസ് VFX വർക്കുകൾ അത് ഈ സിനിമയ്ക്ക് തരാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടതില്ല. സിനിമയ്ക്ക് എന്ത് വേണോ അത് കൊടുത്താൽ പോരെ. ഒരു കമ്പയറിങ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതും കൂടെ പറയാൻ തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. മൂവി കാണാത്തവരുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സിനിമ കാണാൻ പറയുക. മോക്യുമെൻ്ററി കാണാൻ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.